ഹായ് വ്യൂവേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നാണെങ്കിൽ നമുക്ക് സ്കൂളിലൊക്കെ ടിഫിന് കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് പാലക് പനീർ. അപ്പം ഇതിനാവശ്യമായിട്ട് നമുക്ക് പാലക്കും വേണം, പനീറും വേണം. അപ്പം പാലക്ക് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്നതാണ്, എല്ലാ സീസണിലും കിട്ടുന്നുണ്ട് ഇത്. അപ്പോൾ പാലക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പുകൂടി ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം, ഒരുപാട് വെന്ത് പോവേണ്ട. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളിയും പച്ചമുളകും സവാളയും കുറച്ച് വെളുത്തുള്ളിയും. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് പനീറാണ്. പനീർ നമ്മളിവിടെ 250 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പാലക്കൊക്കെ ഇവിടെ നല്ലോണം ബോയിലായി വന്ന് നമുക്ക് അതിൻ്റെ വെള്ളം ഊറ്റി ഒരു സൈഡിലോട്ട് വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലോട്ട് സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം ഞാൻ ഈ തക്കാളിയുടെ എടുക്കുമ്പോൾ അതിൻ്റെ നടുക്കലത്തെ വെള്ള ഭാഗം എടുത്ത് കളയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ എടുത്ത് കളയുന്നുണ്ടോ എന്ന് പറയണേ. അപ്പം നമുക്ക് രണ്ടും ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടിട്ട് മിക്സിക്കകത്ത് അടിച്ചെടുക്കണം. പച്ചമുളക് നമുക്ക് എത്ര എരി വേണോ അത്ര എരിക്ക് ആവശ്യത്തിന് 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ളതാണ്, അതുകൊണ്ട് 2 ഞാൻ ഇട്ടുള്ളൂ. പിന്നെ വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി. പിന്നെ രണ്ടാമത് വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്തത് നമുക്കൊരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതേ ജാറിൽ തന്നെ നമുക്ക് ഈ പാലക്കും കൂടെ ഒന്ന് അരച്ചെടുക്കണം. പാലക്ക് നമുക്ക് വലിയ ജാറിൽ വേണമെങ്കിലും അരച്ചെടുക്കാം. ഇവിടെ ആണെങ്കിൽ ഞാൻ ചെറിയ ജാറിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. നമുക്കിപ്പം ചെറിയ ചൂടോടെ തന്നെ ഇരിക്കുകയാണ്, ഒരുപാട് നേരം വെച്ചിരുന്ന് ചൂടാറാൻ സമയമില്ല. രാവിലെ സ്കൂളിൽ വിടാൻ വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പം നമുക്ക് ചെറിയ ചൂടോടെ തന്നെ മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കണം, നല്ലോണം അരച്ചെടുക്കണം. അരച്ചെടുത്താലും മതി, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി, അത് കഴിക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ചിരിക്കും. ഞാൻ അത്യാവശ്യം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് 2 ട്രിപ്പായിട്ടാണ് ഞാനിത് അരച്ചെടുത്തതും നമുക്ക് പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. പാലക്ക് അരച്ചെടുത്തു, തക്കാളിയും സവാളയും അരച്ചെടുത്തിട്ടുണ്ട്, പിന്നെ പനീർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പാത്രം എടുത്ത് ചൂടാക്കി അതിനകത്ത് എണ്ണയൊക്കെ ഒഴിച്ചു. പിന്നെ നമ്മൾ ജീരകമാണ് പൊട്ടിക്കുന്നത്. ജീരകം ഇട്ട് പിന്നെ കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി സവാള പേസ്റ്റ് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അതിൻ്റെ ഒരു പച്ച മണം മാറുന്ന വരെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന പാലക്കും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒക്കെ അന്നേരമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ്. അത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ വെക്കുന്ന രീതി അനുസരിച്ച് ഇത് 3 മാത്രമേ ഇടാറുള്ളൂ. അപ്പം അതിനകത്ത് അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാക്കിയതിന് ശേഷം പറഞ്ഞില്ല, ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം നമുക്ക് നമ്മൾ ഈ പാലക്ക് അരച്ചെടുത്ത ജാറ് കഴുകിയിട്ടുള്ള വെള്ളം നമുക്ക് അതിനകത്തോട്ട് വെള്ളം ഒഴിക്കുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഒഴിക്കാം. ഗ്രേവി എത്ര വേണോ അത്രയും അതിനനുസരിച്ചുള്ളത്. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. പിന്നത് പനീറും കൂടി ഇട്ട് കഴിയുമ്പോൾ പിന്നെ തിളച്ചത് ഇരുന്ന് പറ്റിക്കോളും, കുറച്ച് പറ്റും. അപ്പം ഞാനിവിടെ ഇച്ചിരി വെള്ളം കൂടുതലാണ് ഒഴിച്ചത്. അപ്പം ഇനി നമുക്ക് അതിനെ ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോഴത്തേക്ക് പനീറും കൂടെ ഇട്ട് കൊടുക്കാം. തിള വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് പനീറിൻ്റെ ക്യൂബ്സും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ നല്ല തിളച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പനീറിൻ്റെ ക്യൂബ്സും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം. പറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അപ്പം അതിനെ നമുക്ക് തിളയ്ക്കാൻ വിട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം രാവിലെ ടിഫിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ റൊട്ടിയാണ് വേണ്ടുന്നത്. ചപ്പാത്തിയുടെ കൂടെ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാനാണ് ഇത് ടേസ്റ്റ് ഉള്ളത്. അപ്പം നമ്മൾ രാവിലെ ടിഫിന് വേണ്ടിയിട്ട് റൊട്ടി തന്നെയാണ് റെഡിയാക്കുന്നത്. അപ്പം അതിനെ തിളയ്ക്കാൻ വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കണം. ചപ്പാത്തി പരത്തിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ട്
ചപ്പാത്തിയും ചുട്ടെടുക്കണം. കറി അപ്പോഴത്തേക്ക് തിളച്ച് വറ്റിക്കോളും. രാവിലത്തെ സമയമായതുകൊണ്ട് തിരക്ക് പിടിച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ വീഡിയോ എടുപ്പും എല്ലാം കൂടെ ആകുമ്പോൾ സമയം ഒരുപാട് പോകും. എന്നാലും എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എടുക്കുന്നു. അങ്ങനെ തന്നെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കറിയും അവിടെ അപ്പുറത്ത് റെഡി ആവുന്നുണ്ട്, തിളച്ച് പറ്റുന്നുണ്ടത്. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതെന്ന് പറയുന്നത് ഫ്രഷ് ക്രീമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാക്കറ്റിൽ കിട്ടുന്ന ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഫ്രഷ് ക്രീമൊന്നും ഇല്ല. അപ്പം ഞാനാണെങ്കിൽ പാൽപ്പാട എടുത്ത് വെക്കാറുണ്ട് നെയ്യ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ പാൽപ്പാടയിൽ നിന്നാണ് ഞാൻ ഇതിനകത്ത് ഇടുന്നത്, മലായിയാണ് ഇടുന്നത്. അപ്പോൾ ഇതാണ് ആ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഇതിടുമ്പോഴത്തേക്ക് കറിയുടെ ലെവൽ മാറും. നല്ല ടേസ്റ്റാണ് ഇത് ആഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കറിക്ക് മാത്രമല്ല, ഞാൻ പനീറിൻ്റെ ഏത് കറി വെച്ചാലും പിന്നെ നമ്മുടെ കടലക്കറിക്കും ഈ തക്കാളി ഉള്ളിയും കൂടെ അരച്ച് വെക്കുന്ന കറികൾക്കൊക്കെ ഈ മലായി കുറച്ചിടുന്നത് കറിക്ക് ടേസ്റ്റ് കൂടും. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതിടും, ഇല്ലാത്തപ്പോൾ ഇങ്ങനെ ഇടും. അങ്ങനെ അത് ഇടുമ്പോഴത്തേക്ക് കറിയുടെ ടേസ്റ്റൊക്കെ മാറും, കുറേ നല്ല ടേസ്റ്റ് കൂടെ വരും. കടയിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റ് അതുപോലെ എന്ന് പറയുന്നില്ല, പക്ഷേ നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പം ഇവിടെ എല്ലാവർക്കും ഇതിങ്ങനെ വെക്കുന്നത് ഇഷ്ടമാണ്. അങ്കിത്തിനും അബിക്കും എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണിത്. അപ്പം ഇവർ കഴിച്ചോളുകയും ചെയ്യും. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചപ്പാത്തിയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിള്ളേർക്ക് ടിഫിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കിയത്, ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം അബിയൊക്കെ സ്കൂളിൽ പോകാൻ റെഡിയായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിട്ടുണ്ട്. അവർക്ക് കൊടുത്തു നോക്കാം. അപ്പം കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. ഈ ഇലക്കറികളൊക്കെ ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും നമ്മുടെ ഫുഡിനകത്തൊക്കെ ഉൾപ്പെടുത്തണമല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നമുക്ക് പനീറിൻ്റെ കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കാം. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി റെഡിയാക്കിയിട്ടുള്ളത്. ഈ പനീറിന് പകരം നമുക്ക് ആലു വേണമെങ്കിലും ഫ്രൈ ചെയ്ത് തരാം. അപ്പം ആലു പാലക്കാവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.